ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഇതുവരെയായിട്ട് ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ്. എന്താണ്? വാട്ട്സ് ഇൻ മൈ ഫോൺ. ചേച്ചിയുടെ എൻ്റെ ഫോണാണ് ഗൈസ്, ഇവൾക്ക് ഫോണില്ല. അപ്പം അവൾ എൻ്റെ അടുത്ത് ദിവസം ചോദിക്കും, ഞാൻ എൻ്റെ ഫോണിനകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഫോണാണ് ഗൈസ്. ഇത് ഫസ്റ്റ് എൻ്റെ അമ്മയുടെ ഫോണായിരുന്നു. അമ്മ അത് ചേട്ടനും കൊടുത്തു. ചേട്ടൻ പുതിയ ഫോൺ മേടിച്ചപ്പോൾ അത് എനിക്ക് തന്നു. ഇനി ഞാൻ ഫോൺ 15 പക്ഷേ ചേട്ടൻ തരത്തില്ല, അവൻ വിടില്ല ഗൈസ്. അപ്പോൾ ഇനി ഞാൻ എനിക്ക് പുതിയ ഫോൺ മേടിക്കുമ്പോൾ ഇത് ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കണം. തലമുറ കൈമാറി വരുന്ന ഫോണാണിത്. ഓക്കെ, 15 ക്വസ്റ്റ്യനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമ്മയ്ക്ക് അയച്ചിട്ടുള്ളത് ഏറ്റവും ലവബിൾ ആയിട്ടുള്ള മെസ്സേജ്. ഗൈസ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. ആകെപ്പാടെ ഞാൻ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അയക്കാറുള്ളൂ. പിന്നെ ഒരെണ്ണം കാണിച്ചേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വേറെ കൂടുതൽ മെസ്സേജ് ഒന്നും അയക്കാറില്ല ഗൈസ്. ഈ ക്ലാസ്സിൻ്റെ ഇത് മാത്രമേ അയക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് അവസാനമായിട്ട് എടുത്ത ഫോട്ടോ. ക്യാമറയ്ക്കകത്തോ അതോ എന്തെങ്കിലും? ക്യാമറയ്ക്കകത്താണെങ്കിൽ ഇപ്പം എടുത്ത ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. ഫോട്ടോ എൻ്റെ ഫോണിനകത്ത് എടുത്തതാണെങ്കിൽ ക്യാമറ അല്ല, അതല്ല, ഇത് കാണിച്ചു ഞാൻ നോക്കട്ടെ. നമ്മളന്ന് ഇവിടെ പോയില്ലേ? എറണാകുളത്ത് ഇപ്പോൾ ഏത് പള്ളിയിലാണ് കയറി? കുറുവലങ്ങാട് പള്ളി. ആ പള്ളിയോട് ഗൈസ് ഇത് അപ്പം എടുത്തതാണ്. ഇതാണ് ലാസ്റ്റ് എടുത്തത്. ഉപയോഗിക്കാൻ അറിയത്തില്ല, പക്ഷെ ആ ആപ്പ് ഇപ്പോഴും കയ്യിലുണ്ട്. ഉപയോഗിക്കാൻ അറിയത്തില്ല? ഈയിടെ വരെ ക്യാപ് കട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങോട്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞതേ ഉള്ളൂ. ഉപയോഗിക്കാൻ അറിയത്തില്ല, പക്ഷെ ആപ്പ് കയ്യിലുണ്ട്. കുറേ ഉണ്ട് യൂസ്ലെസ് ആയിട്ടുള്ള ആപ്പിനകത്ത്. അങ്ങനെ ഒന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപയോഗിക്കാത്ത കുറേ ആപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഫോണിൻ്റെ ആപ്പൊക്കെ ഇല്ലേ, അതാണ് പറയുന്നത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒന്നുമില്ല ഗൈസ്. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, മൂന്നാമത്തെ ഗൈസ് നോക്കും ഗൈസ്. ദാരിദ്ര്യ പേപ്പറിലാണ് ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വരുന്നത്. ഡയറിക്കകത്തൊക്കെ എഴുതണ്ട യൂണിക്കോണ്ടത്. എന്തിനു ചെയ്യാൻ ഇവളുടെ പൈസ തരാൻ പറ മേടിക്കാൻ. ഓക്കെ, ചോദിക്ക്. തലയിലിരിക്കുന്ന സാധനം കണ്ടോ ഗൈസ്? കേട്ടോ ഗൈസ്, ക്യൂട്ടല്ലേ? മൂന്നാമത്തെ ചോദിക്കാം. യൂട്യൂബ് ലാസ്റ്റ് സെർച്ച് ഞങ്ങളുടെ ചാനലിൻ്റെ പേരായിരിക്കും ലാസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തത്. പക്ഷെ അതല്ല, പക്ഷെ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഏറ്റവും ഫസ്റ്റ് വന്ന് കിടക്കുന്നത്. ലാസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തത് ഉപ്പും മുളകുമാണെന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും ഫസ്റ്റ് വന്ന് കിടക്കുന്നത് മല്ലു ഡയറീസാണ്. മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഇമോജി. അത് വാട്സപ്പിലല്ലേ എങ്ങനെ കാണുന്നത്? അല്ല, എങ്ങനെയാണെങ്കിലും നോക്കാം. ഇത് മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് അതല്ല, ഉമ്മ എടുക്കുന്നേ ഗൈസ്. ആർക്കാ കൊടുത്തേ? വേണ്ട ഗൈസ്, ആർക്ക് കൊടുത്തേ? ഞാൻ എനിക്ക് ഇത് തന്നെ ആയിരിക്കത്തൊന്നുമില്ല. നമ്മളിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ചായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ചോദിക്കാം. ഗൂഗിൾ ലാസ്റ്റ് സെർച്ച് ഇംഗ്ലീഷ് ടു മലയാളം. അതും ഞാൻ പറഞ്ഞ പോലെ ഇതല്ല ഞാൻ ലാസ്റ്റ് സെർച്ച് ചെയ്തത്. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്ത സംഭവമായിരിക്കും ഏറ്റവും മണ്ടയ്ക്കോ നടക്കുന്നത്. ലാസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തത് XXS സൈസ് നമ്പറാണ്. അതൊരു സൈസ് അല്ലേ? XXS എക്സ്ട്രാ സ്മോൾ. അത് എത്ര ആയിരിക്കും നമ്പർ ഇതുള്ളതുകൊണ്ട് ഞാനത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ നോക്കിയത്. എനിക്ക് പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. എത്ര അലാംസ് ഉണ്ട്? ഒത്തിരി ഉണ്ടായിരിക്കും. 6 കാല്, 7 കാല്, 8 കാല്, 9 കാല്, 10 കാല്, അവസാനം 11 കാലം എഴുന്നേക്കും. 3:54. അത് ഞാൻ എന്തിനാ വെച്ചെന്നറിയോ? അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേന് ഷിജാനി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇടയ്ക്ക് വെച്ച് എടൂനെ ഒന്ന് എണ്ണീപ്പിച്ചിട്ട് മൂത്രം ഒഴിക്കാൻ എണ്ണീപ്പിക്കണമെന്ന്. അപ്പം ഞാൻ അതിന് വെച്ചത് 3:54 ഒരു കണക്കുമില്ലാതെ അങ്ങ് വെച്ചതാണ്. പിന്നെ 5 മണി, 5 കാൽ, 6 മണി, 6:05 അങ്ങനെ ഒത്തിരി ഉണ്ട് ഗൈസ്. എല്ലാം 5 മിനിറ്റ് കൂടി ഞാൻ അലാറം വെക്കും, അങ്ങനെ എണീക്കത്തുള്ളൂ. അവസാനം എഴുന്നേറ്റ് വരുമ്പോൾ 11 കാലാവും. അല്ല, സ്കൂളുള്ളപ്പോൾ ഞാൻ 7:30 എണീക്കണമെങ്കിൽ 7 മണിക്ക് അലാറം വെക്കും. 7 മണി, 7:05, 7:10, 7:15 അങ്ങനെ പോകും. എത്രാം ദിവസത്തിനാ ഇത്? ഞാൻ ഇവിടെ ഓർഡർ ഇല്ലാത്ത ചോദിക്കുന്ന കേസ്, അതുകൊണ്ട് എത്രാം ദിവസത്തിനാണെന്ന് അറിയത്തില്ല. അതെ, അടുത്തത് ചോദിച്ചോ. ലാസ്റ്റ് മെസ്സേജ് ആർക്കാ? അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലോ? വാട്സപ്പ്. ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോയതും. ഇങ്ങോട്ട് വന്നത് ഷീജാൻറ്റി 3:19
അങ്ങോട്ട് അയച്ചത് ഷീജാൻ്റെ 3:18 ഞങ്ങൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ചത് അയച്ചു കൊടുത്തതാ. കണ്ടോ, ഞാൻ കള്ളം പറയാമെന്ന് വിചാരിക്കരുത്. ഓക്കെ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാഗ്രാം. വേറെ എന്നാ ചെയ്യാനാ? വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനൊന്നും ആരില്ല. അപ്പം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഇൻസ്റ്റാഗ്രാം, ഹോം സ്ക്രീൻ ഫോട്ടോ. ഗൈസ് എൻ്റെ ഫോട്ടോ കണ്ടോ ഗൈസ്? ഞാൻ ഇവരുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ. പിന്നെന്തായിരുന്നു ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആപ്പ്? ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലായിട്ടും യൂസ് ചെയ്യാത്ത ആപ്പാണത്. ഷസം എന്നല്ലേ ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അത് ഒരു പാട്ടൊക്കെ നോക്കുന്ന ഒരു ആപ്പാണേ. കണ്ടിത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഇൻസ്റ്റയിൽ കോഴികളുണ്ടോ? കോഴികളൊന്നുമില്ല. എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ് ഗൈസ്. റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. അക്സെപ്റ്റ്. എപ്പോഴും അടി ഉണ്ടാക്കാൻ മെസ്സേജ് അയക്കുന്ന ഒരാൾ, ഇങ്ങോട്ടും അങ്ങോട്ടും. അങ്ങനെയൊന്നും ആരുമില്ല. എനിക്ക് ബിസ്മിയുടെ പേര് പറയായിരുന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ വലുതായോണ്ട് അങ്ങനെ ആരുമില്ല. ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആൾ, ഇങ്ങോട്ടും അങ്ങോട്ടും. വിളിക്കാനൊന്നും അങ്ങനെ ആരുമൊന്നും ഇല്ല. പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ അമ്മ വിളിക്കും. പിന്നെ ഇവള് വിളിക്കും. ചുമ്മാ എന്നെ എപ്പോഴും അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ വേറെ അങ്ങനെ ആരുമില്ല. അതുപോലെ തന്നെ നേരത്തെ ആയിരുന്നെങ്കിൽ ബിസ്മിയുടെ പേര് പറയായിരുന്നു. ഇപ്പം ലോക്ക് സ്ക്രീൻ ഫോട്ടോ. അതും എൻ്റെ ഫോട്ടോ തന്നെ. ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റ് കോള് ചോദിച്ചാണോ? ഇല്ല, അത് സ്പാമാണ്. കാണിച്ചു തരാം. അത് അവരുടെ നമ്പർ ലീക്ക് ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടായിരിക്കും. ഒരു ഐഡിയക്കാരായിരിക്കും ഗൈസ്. നിങ്ങൾ അവരെ വിളിച്ചോ? അതുകൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്ത് തരാം. എന്നാണ്ടേ അത് ബ്ലർ ചെയ്ത് കൊടുത്തേക്കാം ഗൈസ്. അവരാണ്. ഗൈസ്, നമ്മുടെ വാട്ട് ഈസ് ഇൻ മൈ ഫോൺ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ ഫോണിൻ്റെ അകത്ത്. ഇത് പ്രത്യേകിച്ച് വലിയ രഹസ്യങ്ങളൊന്നുമില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം വെറുപ്പിക്കാൻ വരെ ഇനി. ഗൈസ്, അപ്പം ഇത്ര. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിള്ളേർ സെറ്റ് ആരും ഇല്ലാത്തത് അലപ്പറ ഇല്ല ഗൈസ്. അതെ, പിള്ളേർ സെറ്റ് ഉണ്ടെങ്കിൽ അലപ്പറ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ